ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സർഗം 27 ത്രിജടയുടെ സ്വപ്നമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അതിൽ പറഞ്ഞത് ശ്രീരാമൻ വിഷ്ണുവായിട്ട് തേജസ്വിയായി സർവ്വലോകനാഥനായിട്ട് പ്രശോഭിച്ചു. അങ്ങനെ ദേവശ്രേഷ്ഠന്മാർ, പൃഥുക്കൾ, ഋഷിശ്രേഷ്ഠന്മാർ, ഗന്ധർവന്മാർ, അങ്ങനെ ചുറ്റും നിന്ന ആൾക്കാരൊക്കെ ശ്രീരാമനെ ചുറ്റും നിന്ന് പരമാനന്ദത്തിൽ മുഴുകി ഭഗവാനെ സ്തോത്രം ചെയ്യുന്ന ഭാഗത്താണ് നിർത്തിയത്. ഇത് നമുക്ക് 31-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. തതസ്തു സർവാപ്സരസ പ്രഹൃഷ്ട നൃത്യന്തി ഗായന്തി സമേത്യ തത്ര വാദ്യം വകുർവന്തി സമേത്യ ശങ്ക വംശാംശ വീണ തുരജാശ്ച വേദ്യ. അപ്സര സ്ത്രീകൾ ഒത്തുചേർന്ന് ആനന്ദഭരിതരായി പാട്ടും നൃത്തവും ആരംഭിച്ചു. വേണുവും വീണയും മൂരജവും ബേരിയും ശംഖുകളും ഒന്നിച്ച് ശബ്ദം മുഴക്കി. തതോന്യത്ര മയാ ദൃഷ്ടോ രാമ സത്യപരാക്രമ ലക്ഷ്മണേന സഹ ഭ്രാത്ര ഭാര്യ സഹ സീതയാ ആരുഹ്യ പുഷ്പകം ദിവ്യം വിമാനം സൂര്യസന്നിഭം ഉത്തരാം ദിശമാലോക്യ ജഗാമ പുരുഷോത്തമ. സത്യപരാക്രമനായ ശ്രീരാമൻ സഹോദരനോടും പത്നിയോടും കൂടി ആദിത്യോജ്വലവും ദിവ്യവുമായ പുഷ്പവിമാനത്തിൽ കയറി വടക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി പോയി. ഏവം സ്വപ്നേ മയാ ദൃഷ്ടോ രാമോ വിഷ്ണുപരാക്രമ ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ സഹ വീര്യവാൻ. ലക്ഷ്മണനോടും സീതയോടും ഒരുമിച്ചുള്ള വിഷ്ണുതുല്യ പരാക്രമനായ ശ്രീരാമനെ സ്വപ്നത്തിൽ ഞാൻ ദർശിച്ചു. നഹി രാമോ മഹാതേജ ശക്യോ ജേതും സുരാസുരേ രാക്ഷസേവാഭിജാനൈവ സ്വർഗപാഭജനൈരിവ. ദേവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ മറ്റുള്ളവർക്കോ പാപികൾക്ക് സ്വർഗമെന്ന പോലെ ശ്രീരാമനെ ജയിക്കാൻ സാധ്യമല്ല. പാപികൾക്ക് കീഴടക്കാനോ പ്രവേശിക്കാനോ കഴിയുന്നതല്ല സ്വർഗലോകം. അതുപോലെ ശ്രീരാമനെ ജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ. രാവണശ്ച മയാ ദൃഷ്ടോ മുണ്ടസ്ഥൈലസമുച്ഛിത രക്തവാസ പിബന്മത്ത കരവീരഗതസ്രജ. ഇത് മാത്രമല്ല, മറ്റൊരു സ്വപ്നം കൂടി ഞാൻ കണ്ടു. രാവണൻ തലമൊട്ടയടിച്ച് ശരീരം മുഴുവൻ എണ്ണ തേച്ച് ചുവപ്പ് വസ്ത്രം ധരിച്ച് അലറിപ്പൂമാലയും അണിഞ്ഞ് കുടിച്ച് മതമത്തനായിരിക്കുന്നതും ഞാൻ കാണുകയുണ്ടായി. വിമാനാത് പുഷ്പകാദദ്യ രാവണ പതിതോ ഭുവി ദൃശ്യമാണ സ്ത്രീയാ ദൃഷ്ടോ കൃഷ്ണാംബരപ്പുന. പുഷ്പവിമാനത്തിൽ നിന്ന് ഭൂമിയിൽ വീണ രാവണൻ മുണ്ടിത ശിരസ്കനായി കറുത്ത വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീയാൽ പിടിച്ചു വലിക്കപ്പെട്ട നിലയിൽ ഒരു സ്വപ്നവും ഞാൻ കണ്ടു. രഥേന കരയുക്തേന രക്തമാല്യാനുലേപന പ്രസ്ഥിതോ ദക്ഷിണാമാശാം പ്രവിഷ്ടകർദമഹ്രദം. ചുവന്ന മാലയും ചാന്തും മണിഞ്ഞ രാവണൻ കഴുതകളെ പൂട്ടിക്കെട്ടിയ തേരിൽ കയറി തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അപ്പോൾ വലിയൊരു ചേർക്കുഴിയിൽ ആണ്ടുപോയി. കണ്ടേ ബദ്ധ്വാ ദശഗ്രീവം പ്രമദ രക്തവാസിനി കാളീകർദ്ധമലിപ്താംഗി ദിശം യാമ്യം പ്രഹർഷതി. കറുത്തവളും ചേറുപുരണ്ട ദേഹത്തോടു കൂടിയവളും രക്തവസ്ത്രം ധരിച്ചവളുമായ ഒരു സ്ത്രീ രാവണനെ കഴുത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തെക്ക് ദിക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇവം സ്ഥൈലം ഹസൻ നൃത്യൻ ഭ്രാന്തജിത്താകുലേന്ദ്രിയ ഗർദവേനയോ ശീക്രം ദക്ഷിണാം ദിശമാസ്ഥിത. രാവണൻ എണ്ണപാനം ചെയ്ത് ചിരിച്ചും കൂത്താടിയും മയങ്ങി ശരീരം തളർന്നും തെക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി കഴുതപ്പുറത്ത് കയറി വേഗത്തിൽ യാത്രയായി. പുനരേവ മയാ ദൃഷ്ടോ രാവണോ രാക്ഷസേശ്വര പതിതോ അവാക്ചിരാ ഭൂമോ ഗർദഭാദ്ഭയമോഹിത. രാക്ഷസേശ്വരനായ രാവണൻ ഭയസംഭ്രാന്തിയോടെ വീണ്ടും കഴുതപ്പുറത്തു നിന്ന് തലകീഴായി ഭൂമിയിൽ വീണ രംഗം ഞാൻ കണ്ടു. സഹസ്രോത്ഥായ സംഭ്രാന്തോ ഭയാർത്തോ മദവിഹ്വല ഉന്മത്തരൂപോ ദിഗ്വാസോ ദുർവാക്യം പ്രളവാൻ ബഹോ ദുർഗന്ധം ദുസ്സഹം ഘോരം തിമിരം നരകോപമം മലഭംഗം പ്രവിശ്യാശോ മഗ്നസ്തത്ര സ രാവണ. രാവണൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഭയസംഭ്രാന്തനായി മദ്യലഹരിയിൽ മുഴുകി വസ്ത്രമില്ലാതെ ഭ്രാന്തനെ പോലെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ദുർഗന്ധപൂരിതവും അന്ധകാരമയവും നരകതുല്യവുമായ അമേദ്യക്കുഴിയിൽ വീണ് അതിൽ ആണ്ടുപോയി. ഏവം തത്ര മയാ ദൃഷ്ട കുംഭകർണോ മഹാബല രാവണസ്യ സുധാ സർവേ മുണ്ടാസ്ഥൈലസമുച്ഛിതാഃ. മഹാബലനായ കുംഭകർണനെയും ഇപ്രകാരം അതിൽ കാണപ്പെട്ടു. രാവണന്റെ എല്ലാ മക്കളും മൊട്ടയടിച്ചവരായും എണ്ണ തേച്ചവരായും അവിടെ ഉണ്ടായിരുന്നു. വരാഹേണ ദശഗ്രീവാഹിംസുമാനേന ജേന്ദ്രജിത് ദുഷ്ട്രേണ കുംഭകർണശ്ച പ്രയാത ദക്ഷിണാം ദിശം.
പന്നിയുടെ പുറത്ത് രാവണനും മുതലയുടെ മേൽ ഇന്ദ്രജിത്തും ഒട്ടകപ്പുറത്ത് കുംഭകർണനും കയറിക്കൊണ്ട് തെക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്തു. ഏകസ്തത്ര മയാ ദൃഷ്ടശേതശത്രൂ വിഭീഷണ ശുക്ലമാല്യാംബരധര ശുക്ലഗന്ധാനുലേപന ശംഖതുന്ദുഭി നിർഘോഷേ നൃത്തഗീതൈരലങ്കൃത. വിഭീഷണൻ മാത്രം വെൺകൊറ്റക്കൂട പിടിച്ച് വെൺപൂമാലയും വെൺപട്ടും ധരിച്ച് ചന്ദനം പൂശി ശംഖ ദുന്ദുഭി തുടങ്ങിയ വാദ്യഘോഷങ്ങളോടും നൃത്തഗീതങ്ങളോടും കൂടി അലങ്കൃതനായി കാണപ്പെട്ടു. ആരുഹ്യ മേഘസങ്കാശം മേഘസ്തനിത നിസ്വനം ചതുർദന്തം ഗജം ദിവ്യം ഹസ്തേ തത്ര വിഭീഷണ ചതുർഭീ സജീവേ സാർദ്ധം രാഘവം സമുപസ്ഥിത. 4 മന്ത്രിമാരോടുകൂടിയ വിഭീഷണൻ മേഘം പോലെ ഗർജിക്കുന്ന മേഘസദൃശമായ നാക്കൊമ്പനാനപ്പുറത്ത് കയറി ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേർന്നു. സമാജശ്ച മയാ ദൃഷ്ടോ ഗീതവാദിത്ര നിസ്വന വിപദാം രക്തമാല്യാനാം രക്ഷസാം രക്തവാസസാം. രക്തവസ്ത്രം ധരിച്ചവരും ചുവന്ന പൂക്കൾ അണിഞ്ഞവരുമായ രാക്ഷസൻ മദ്യപിച്ച് ഗീതവാദ്യഘോഷങ്ങളോടുകൂടി അവിടെ കാണപ്പെട്ടു. ലങ്കാചേയം പുരീ രമ്യ സവാധീരഥകുഞ്ചര സാഗരേ പതിത ദൃഷ്ട ഭഗ്നഗോപുരതോരണ. ചതുരംഗപ്പടകളോടുകൂടിയ മനോഹരമായ ഈ ലങ്കാനഗരം ഗോപുരങ്ങളും തോരണങ്ങളും തകർന്ന് സമുദ്രത്തിൽ പതിച്ചതായും ഞാൻ കണ്ടു. ലങ്കാദൃഷ്ട മയാ സ്വപ്നേ രാവണേനാഭിരക്ഷിത ദഗ്ധാരാമസ്യ ദൂതേന വാനരേണ തരസ്സിന. രാവണപാലിതമായ ലങ്ക രാമദൂതനും പരാക്രമശാലിയുമായ ഒരു വാനരൻ ദഹിപ്പിച്ചതായും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. പീത്വാ തൈലം പ്രനൃത്താശ്ച പ്രഹസന്ധ്യോ മഹാസ്വനാഃ ലങ്കായാം ഭസ്മരൂക്ഷായാം സർവാ രാക്ഷസയോഷിതഃ കുംഭകർണാദയശ്ചേമേ സർവേ രാക്ഷസപുങ്കവ രക്തം നിവസനം ഗൃഹ്യ പ്രവിഷ്ട ഗോമയഹ്രദം. എണ്ണ കുളിച്ച് ഉച്ചത്തിൽ അട്ടഹസിച്ച് നൃത്തം ചവിട്ടിയിരുന്ന രാക്ഷസികളെല്ലാം ആ അഗ്നിയിൽ വെണ്ണീറായി. കുംഭകർണൻ തുടങ്ങിയ രാക്ഷസവീരന്മാർ ചുവപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് ചാണകപ്പൊടിയിൽ താണുപോയി. ത്രിജടയുടെ സ്വപ്നം ഇവിടെ വളരെ വിസ്തരിച്ചിരിക്കുന്നു. അധ്യാത്മരാമായണത്തിൽ സ്വപ്നം ചുരുക്കിയാണ് വിവരിച്ചിരിക്കുന്നത്. കിളിപ്പാട്ടിലെ രംഗം ശുണവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിം ദൃഢം അഖില ജഗദധിപരവിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണ വീരനും ശരനികര പരിപതന ദഹനഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരതി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോടു മടിയിൽ വെച്ചാതരാൾ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. പുലിശതരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജസഹജ സജീവസുത സൈന്യ സമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. കലുഷതക കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കുലിശധരൻ പറയുമ്പോൾ ഇന്ദ്രൻ, നിർമ്മഗ്നൻ പറയുമ്പോൾ ആണ്ടുപോയവൻ. ഇനി നമുക്ക് 53-ാമത്തെ ശ്ലോകം നോക്കാം. അപഗച്ഛതപശ്യദ്വം സീതാമാപ്സ്യതി രാഘവ കഥയേ പരമഹർഷി സർവേ സാർത്ഥം ഹി രാവണം. അഷ്ടന്തവ്യമായ അപരാധം ചെയ്ത രാവണനെ പരിവാരസമേതം ശ്രീരാമൻ തന്നെ കൊന്നൊടുക്കാൻ പോകുന്നു. അദ്ദേഹം ഉടനെ സീതയെ പ്രാപിക്കുകയും ചെയ്യും. കണ്ടുകൊള്ളുവിൻ. രാമൻ്റെ കണ്ണിൽ പെടാത്ത വിധം ഓടി ഒളിച്ചുകൊള്ളുവിൻ. പ്രിയാം ബഹുമതാം ഭാര്യാം വനവാസമനുവ്രതാം ഭഗ്നിതാം തർജിതാം വാപി നാനുമംസ്യതി രാഘവ. തൻ്റെ സ്നേഹവാചനവും തനിക്ക് ബഹുമാനിയും തന്നെ വനവാസത്തിൽ അനുഗമിച്ചവളുമായ ഭാര്യയെ ഭയപ്പെടുത്തിയതും ഭീഷണിപ്പെടുത്തിയതും ഒരിക്കലും രാഘവൻ ക്ഷമിക്കുകയില്ല. തതലം ക്രൂരവാക്യർവാസാന്തുമേവാഭിധീയതാം അഭിയാചാമവൈദേഹ്യം ഹേതദ്ദേ മമരോജതേ. അതിനാൽ നിങ്ങൾ ക്രൂരവാക്യങ്ങൾ മതിയാക്കുക. സാന്ത്വനവചനങ്ങൾ പറഞ്ഞാലും സീതയോട് നമുക്ക് യാചിക്കാം. ഈ സമീപനമാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.